സാധാരണയായി കാണുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് പൊതുവേ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഡിപ്രഷൻ, ആങ്സൈറ്റി, ന്യൂറോട്ടിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ്. ഈ ഡിപ്രഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു സാധാരണ ജനതയിൽ ഒരു 40% പേർക്ക് വിഷാദത്തിൻ്റെ ലക്ഷണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ചികിത്സ ആവശ്യമായിട്ട് വരുന്ന മേജർ ഡിപ്രസീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ഒരു 9% മാത്രമേ ഉള്ളൂ. രണ്ടാമതായി കാണപ്പെടുന്നത് ആങ്സൈറ്റി ഡിസോർഡേഴ്സ്, അതായത് അമിതമായ ഉത്കണ്ഠ എന്ന് പറയും. പിന്നെ അതോടൊപ്പം തന്നെ ന്യൂറോട്ടിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് സ്ട്രെസ്സ് മൂലം ഉണ്ടാവുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളാണ് ന്യൂറോട്ടിക് സ്പെക്ട്രം ഡിസോർഡേഴ്സ്. പിന്നെ പൊതുവായി കണ്ടുവരുന്നത് സ്ലീപ്പ് ഡിസോർഡേഴ്സാണ്. പൊതുവേ നമ്മൾ കാണപ്പെടുന്നതെന്ന് വെച്ചാൽ വിഷാദം, ദുഃഖം, സങ്കടം, വിഷമം ഇതെല്ലാം നമ്മൾ ഒരേപോലെയാണ് കാണുന്നത്. പക്ഷേ സങ്കടം അല്ലെങ്കിൽ ദുഃഖം എന്ന് പറയുന്നതിന് മിക്കവാറും ഒരു എക്സ്റ്റേണൽ കോസ് കാണും. അതായത് ഒരു മേജർ ഫിനാൻഷ്യൽ ലോസ് വന്നു, അല്ല വീട്ടിലൊരു മരണം വന്നു, അല്ല റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ്, ഡിവോഴ്സ്, ഇങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്ന ഒരു സങ്കടത്തിനെയാണ് നമ്മൾ ദുഃഖം എന്ന് പറയുന്നത്. എന്നാൽ അത് വിഷാദം അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് ഡിസോർഡർ ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ വിഷാദം വരുന്നതിന് പ്രത്യേകിച്ച് കാരണം വേണമെന്നില്ല, അകാരണമായിട്ടും വിഷാദം വരാം. രണ്ടാമത് ഒരു ദുഃഖം എപ്പോഴും ഒരു ടൈം ബൗണ്ട് ആയിരിക്കും. കാരണം നമുക്കിപ്പോൾ ഒരു ഇവൻ്റ് ഉണ്ടായി, അതിന് നമ്മൾ ദുഃഖം ആചരിച്ചു, അത് കഴിയുമ്പോൾ നമ്മൾ അതിൽ റിക്കവർ ചെയ്തു പോകും. വിഷാദം എന്ന് പറയുന്നത് കുറച്ചും കൂടി സ്ഥായിയായ ഒരു അവസ്ഥയാണ്, അതായത് ഒരു പെർവേസീവാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും അത് എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. രാവിലെ മുതൽ വൈകുന്നേരം വരെ, അതായത് ത്രൂ ഔട്ട് ദ ഡേ ആ ഒരു ലോ മൂഡ് പെർസിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. അതൊരു 2 ആഴ്ചയെങ്കിലും ദൈർഘ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് വിഷാദ രോഗമായിട്ട് കണക്കാക്കാറുള്ളൂ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്, ഒരു ദുഃഖത്തിൽ നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളോ രീതികളോ അതിനെ ബാധിക്കണമെന്നില്ല. പക്ഷെ വിഷാദ രോഗമാവുമ്പോൾ നമ്മുടെ ദൈനംദിന പ്രവർത്തികൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ആവുമ്പോൾ ചികിത്സ തേടണം. അസുഖമായിട്ട് കണക്കാക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ഫങ്ഷണൽ ഇമ്പയർമെൻ്റ് ആണ്. അതായത് ഞാനൊരു വീട്ടമ്മയാണെങ്കിൽ എന്നെക്കൊണ്ട് വീട് നോക്കാൻ പറ്റണം, കുക്കിംഗ് ചെയ്യാൻ പറ്റണം, ക്ലീനിങ് ചെയ്യാൻ പറ്റണം, മക്കളെയും ഭർത്താവിനെയും നോക്കാൻ പറ്റണം. അത് നമ്മുടെ ഒരു റോളാണ്. ആ റോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, എന്തുകൊണ്ട്? എൻ്റെ വിഷാദം കൊണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസോർഡറായിട്ട് കണക്കാക്കുകയും അതിന് ചികിത്സ തേടുകയും ചെയ്യണം. ടെൻഷൻ ഇല്ലാത്ത ആളുകളില്ല. ഒരു കുട്ടിയാണ് പരീക്ഷയ്ക്ക് എഴുതാൻ പോവുകയാണെങ്കിൽ ടെൻഷനായിരിക്കും. ഒരു വ്യക്തി ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണെങ്കിൽ അത് ടെൻഷനായിരിക്കും. അപ്പോൾ ടെൻഷനുണ്ട്, അതൊരു നോർമൽ പ്രോസസ്സാണ്. ശരിക്കും പറഞ്ഞ ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഈ ടെൻഷൻ എന്ന് പറയുമ്പോൾ. പക്ഷേ അത് ആങ്സൈറ്റി ഡിസോർഡർ ആവുന്നത് അകാരണമായിട്ടുള്ള ഉത്കണ്ഠ വരുന്നു, അമിതമായ ഉത്കണ്ഠ വരുന്നു. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. അതായത് ഇൻ്റർവ്യൂ സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആങ്സൈറ്റി കാരണം ഞാനത് അവോയ്ഡൻസ് ബിഹേവിയേഴ്സ് വരികയാണ്. ഞാൻ സ്കൂളിൽ പോകുന്നില്ല, ഞാൻ ഓഫീസിൽ പോകുന്നില്ല, ഞാൻ ഫങ്ഷൻസ് അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ ഒരു ഇമ്പയർമെൻറ്റ് വരുമ്പോഴാണ് അത് ആങ്സൈറ്റി ഡിസോർഡറായിട്ട് മാറുന്നത്. അവിടെയാണ് നമ്മൾ ചികിത്സ തേടേണ്ടത്. പാനിക് അറ്റാക്ക് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു ക്രിസെൻഡോ ഓഫ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഫിയർ വരുന്നതാണ് പാനിക് അറ്റാക്ക്. ഒരുപാട് ലക്ഷണങ്ങളുണ്ട്. ഇപ്പോൾ ചിലവർ പറയും വയറ്റിൽ നിന്നൊരു ആന്തൾ വരുന്നു, നെഞ്ച് വേദന എടുക്കുന്നു, നെഞ്ച് ചുരുക്കം പോലെ അനുഭവിക്കുന്നു, ശ്വാസം മുട്ടുന്നു, തൊണ്ടയിൽ എന്തോ കുടുങ്ങിയിരിക്കുന്ന പോലെ, കൈ വിറയ്ക്കുന്നു, വിയർക്കുന്നു, തല കറങ്ങുന്നു, ക്ഷീണം പോലെ. ഇതെല്ലാം ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് വരും. മാക്സിമം ഒരു 5-10 മിനിറ്റ് ഇത് നിലനിൽക്കുള്ളൂ. ഇതിനോടൊപ്പം തന്നെ നമുക്ക് അകാരണമായൊരു ഭയം വരും, ദാറ്റ് ഐ എം ലൂസിങ് കൺട്രോൾ ഓഫ് മൈസെൽഫ്, അല്ലെങ്കിൽ എനിക്ക് എന്തോ സംഭവിക്കാൻ പോകുന്നു, ഞാൻ മരിക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെ അത്രയും ഉത്കണ്ഠ വരുമ്പോഴാണത് പാനിക് അറ്റാക്ക് ആവുന്നത്. ഈ പാനിക് അറ്റാക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് ചെറിയ എക്സസൈസസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഡീപ്പ് ബ്രീതിങ് ടെക്നീക്സ് ആണ് നമ്മൾ പറയുക. 2 ഡീപ്പ് ബ്രീതിങ് ടെക്നീക്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒന്ന് ബോക്സ് ബ്രീതിങ് ആണ്. ബോക്സ് ബ്രീതിങ് എന്ന് പറയുന്നത് ഇൻഹെയിൽ ത്രൂ നോസ് ഫോർ 4 സെക്കൻഡ്സ്, ഹോൾഡ് ഫോർ 4 സെക്കൻഡ്സ്, എക്സെയിൽ ത്രൂ മൗത്ത് ഫോർ 4 സെക്കൻഡ്സ്, ഹോൾഡ് ഫോർ 4 സെക്കൻഡ്സ്. അപ്പോൾ 4 സെക്കൻഡ്സിന് ഇൻഹലേഷൻ, ഹോൾഡ്, എക്സലേഷൻ, ഹോൾഡ്, ഒരു ബോക്സ് ബ്രീതിങ്.
ഓക്കെ. രണ്ടാമതൊരു ടെക്നിക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നത് ഡബിൾ ബ്രീതിങ് ആണ്. ഡബിൾ ബ്രീതിങ് എന്ന് പറയുമ്പോൾ ഇൻഹെയിൽ, ഡീപ്പ് ഇൻഹലേഷൻ മൂക്ക് വഴി ഇൻഹെയിൽ ചെയ്യുക, ഒരു ഷോർട്ട് അപ്പർ ഇൻഹലേഷൻ അഗൈൻ ത്രൂ നോസ് ഇൻഹെയിൽ ചെയ്യുക, പിന്നെ വായ് വഴി ഫൂ എന്ന് പറഞ്ഞിട്ട് എക്സെയിൽ ചെയ്യുക. ഇതിന് ഫിസിയോളജിക്കൽ സൈൻ എന്നാണ് പറയുക. ഇത് നമ്മുടെ വേഗൽ സിസ്റ്റത്തിനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പം തന്നെ നമ്മുടെ ഹൃദയമിടിപ്പിൻ്റെ തീവ്രതയൊക്കെ കുറയാനും നമ്മുടെ ഈ സിംറ്റംസ് കുറഞ്ഞു വരാനും സഹായിക്കും. വേറെ ഒന്നുള്ളത് ഗ്രൗണ്ടിങ് ടെക്നീക്സ് എന്നാണ് പറയുന്നത്. അതായത് ഒരു പാനിക് സിറ്റുവേഷനിൽ നമ്മുടെ മൈൻഡിനെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഗ്രൗണ്ടിങ് ടെക്നീക്ക് ഇസ് 5, 4, 3, 2, 1 ഗ്രൗണ്ടിങ് ടെക്നീക്ക്. 5 things to see, 4 things to touch, 3 things to hear, 2 things to smell and 1 to taste. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഓട്ടോമാറ്റിക്കലി റിലാക്സ് ആവും. പിന്നെ സയൻറ്റിഫിക് ടെക്നീക്സ് ഉണ്ട്, ജേക്കബ്സൺസ് പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നീക്സ് എന്നൊക്കെ ഉണ്ട്. അത് ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഫസ്റ്റ് ടൈം വരുന്നൊരു വ്യക്തിക്ക് ഇത് നമ്മൾ പാനിക് അറ്റാക്സ് എന്ന് പറയുന്നതിന് ഒരു കാരണം കൂടെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ശാരീരികമായ അസ്വാസ്ഥ്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം ഇതിന് പാനിക് അറ്റാക്ക് ആവാൻ. ആദ്യമായിട്ടൊരു നെഞ്ചുവേദന വരുമ്പോൾ നമ്മളത് പാനിക്കായിട്ട് പറയില്ല. നമുക്കൊരു കംപ്ലീറ്റ് മെഡിക്കൽ ഇവാലുവേഷൻ ഇൻക്ലൂഡിങ് എ കാർഡിയാക് ഇവാലുവേഷൻ എല്ലാം ചെയ്യണം. സോ ദീസ് ആർ നോട്ട് സ്റ്റെപ്സ് ഫോർ എ ഫസ്റ്റ് ടൈം പാനിക് അറ്റാക്സ്. ഇത് നമ്മൾ മെഡിക്കലി എല്ലാ കോമോബിലിറ്റീസും റൂൾ ഔട്ട് ചെയ്ത് ഇതെൻ്റെ സ്ട്രെസ് മൂലമാണ്, എനിക്ക് പാനിക് അറ്റാക്കാണ് വരുന്നത് എന്നുള്ളൊരു അവബോധം ഉണ്ടായതിനു ശേഷം മാത്രം ഇങ്ങനത്തെ എക്സസൈസ് ചെയ്യാൻ പറ്റുള്ളൂ. അതും ആ ഒരു സിറ്റുവേഷനിലേക്ക് മാത്രം ചെയ്യാനായിട്ടല്ല നമ്മളത് വെക്കുന്നത്. ഇപ്പോൾ റിലാക്സേഷൻ ടെക്നീക്സ് ആണെങ്കിലും ഡീപ് ബ്രീതിങ് ആണെങ്കിലും നമ്മൾ 2 to 3 times a day റെഗുലറായിട്ടത് പ്രാക്ടീസ് ചെയ്യാൻ പറയും. ഒരു 10 മിനിറ്റോ 20 മിനിറ്റോ ദൈർഘ്യം മോർണിംഗ്, ഈവനിങ് അല്ലെങ്കിൽ നൈറ്റ് ടൈമിൽ ചെയ്ത് പഠിക്കണം. അതൊരു ഹാബിറ്റായാൽ മാത്രമേ അടുത്ത തവണ പാനിക്ക് വരുമ്പോൾ ഇത് ചെയ്യണം എന്നുള്ളൊരു തോട്ട് പ്രോസസ്സ് നമുക്ക് വരും. ആദ്യമായിട്ട് അത് വരില്ല. മെൻ്റൽ ഡിസോർഡേഴ്സ്, മേജർ മെൻ്റൽ ഡിസോർഡേഴ്സ് ഞാൻ പറയുകയാണെങ്കിൽ സൈക്കോസിസ് അല്ലെങ്കിൽ സ്കിസോഫ്രീനിയ എന്നൊക്കെ കേട്ട് കാണുമല്ലോ. സ്കിസോഫ്രീനിയ, ബൈപ്പോളാരിറ്റി ഇതെല്ലാം ഹെറിറ്റബിൾ ആണ്. അതായത് പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടാവുന്ന അസുഖങ്ങളാണ്. അച്ഛനോ അമ്മയ്ക്കോ അല്ല 2 പാരൻസിനും അസുഖം ഉണ്ടെങ്കിൽ ഒരു 40% മുകളിലാണ് കുഞ്ഞുങ്ങൾക്ക് ഈ അസുഖം വരാനുള്ളത്. അല്ല ഒരു പാരൻറ്റിന് ഈ അസുഖം ഉണ്ടെങ്കിൽ 10-20% നിങ്ങൾക്ക് അസുഖം വരാനുള്ള സാധ്യതകൾ. അപ്പോൾ തീർച്ചയായും ജനിതകമാണ്. അത് മേജർ മെൻ്റൽ ഡിസോർഡേഴ്സ് അല്ല. പക്ഷേ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു വലിയൊരു ഇവൻറ്റിന് ശേഷം അച്ഛനോ അമ്മയ്ക്കോ ഡിപ്രസീവ് ഇൽനെസ് വന്നു എന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ഡിപ്രഷൻ വരണമെന്ന് നിർബന്ധമില്ല. ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം റീബൂട്ടിനുള്ളൊരു ടൈമാണ്, ഒരു റീസെറ്റ് ടൈമാണ്. ദിസ് ഈസ് വെയർ യുവർ ബോഡി പ്രോസസ്സസ് ഷട്ട് ഡൗൺ ടു സം എക്സ്റ്റെൻറ്റ്. യുവർ ബ്രെയിൻ ഓൾസോ സ്വിച്ചസ് ഫ്രോം എ സെൻട്രൽ എക്സിക്യൂട്ടീവ് നെറ്റ്വർക്ക് ടു എ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. അങ്ങനെ ഒരു സ്വിച്ചും റെസ്റ്റ് റിക്കവറി ടൈമാണ് സ്ലീപ്പ് എന്ന് പറയുന്നത്. 2-3 കാര്യങ്ങളാണ് സ്ലീപ്പിൽ നടക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ഡേ ടൈമിൽ നമ്മൾ ആക്റ്റീവ് ആയിരിക്കുമ്പോൾ നമ്മൾ മെറ്റബോളിസത്തിൻ്റെ ബൈ പ്രോഡക്ട്സ്, ടോക്സിക് എൻഡ് പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ നീക്കം ചെയ്ത് ATP പോലത്തെ മോളിക്യൂൾസ് റീജനറേറ്റ് ചെയ്യുന്നത് സ്ലീപ്പിലാണ്. അതേപോലെ തന്നെ കോർട്ടിസോൾ എന്ന് പറയുന്ന സ്ട്രെസ് ഹോർമോൺ, നമുക്ക് എല്ലാവർക്കും പരിചിതമായ സാധനം, ഏറ്റവും കുറവ് കാണുന്നത് മിഡ് നൈറ്റ് ടൈം പോയിന്റിലാണ്. അപ്പോൾ ആ സ്ട്രെസ് ഹോർമോൺസ് ഏറ്റവും താഴ്ന്നു നിൽക്കുന്ന മനസ്സും ശരീരവും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് സ്ലീപ്പ്. 10-10:30 രാത്രി മുതൽ രാവിലെ 6-6:30 വരെയുള്ള 8 മണിക്കൂർ സമയം നമുക്ക് ഉറങ്ങാൻ പറ്റുവാണെങ്കിൽ അത് ഒരു മൂഡ് ഡിസോർഡർ, ഫോർ എക്സാമ്പിൾ ഡിപ്രഷൻ, മേനിയ എന്നീ അവസ്ഥാന്തരങ്ങൾ ഇല്ലാതിരിക്കാൻ പോലും സഹായിക്കുമെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഇപ്പം നമ്മൾ കണ്ടുവരികയാണെങ്കിൽ ഡിപ്രസീവ് വരെ ആങ്സൈറ്റി സ്റ്റേറ്റ്സ് വളരെ കൂടുതലാണ്. അതേപോലെ തന്നെ സബ്സ്റ്റൻസസ്, അതായത് ലഹരിയോടുള്ള അഡിക്ഷൻസും എല്ലാം കൂടുതലാണ്. ഇതിലേക്കൊക്കെ പോകാൻ കാരണം, ഒരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് ഈ സ്ലീപ്പ് ഡിപ്രിവേഷനാണ്. അത് പാരൻസിൻ്റെ ലെവലിൽ തന്നെ നമ്മളത് മാതൃകയായിട്ട് കാണിച്ചു കൊടുത്തേ മതിയാവുള്ളൂ. നമ്മൾ 10:30 ഫോൺ എടുത്ത് മാറ്റി വെച്ച് കിടന്നുറങ്ങിയാൽ മാത്രമേ നമ്മുടെ കുട്ടികൾ ഇത് ചെയ്യുള്ളൂ. അപ്പോൾ മാതൃകാപരമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക, ശീലങ്ങൾ ചെറുപ്പം മുതലേ ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. എന്നാൽ മാത്രമേ പുതിയ തലമുറയെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുള്ളൂ. സോഷ്യൽ മീഡിയ ഇറ്റ്സ് ദെയർ ടു സ്റ്റേ. സോഷ്യൽ മീഡിയയിൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ക്രിയേറ്റിംഗ് സംതിങ് കോൾഡ് ആസ് എൻ എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി മിസ്മാച്ച്.
ഒരു ഇതിൽ എക്സ്പോഷറിലില്ലാത്തൊരു വ്യക്തിക്ക് സിമ്പിൾ നീഡ്സേ കാണുള്ളൂ. അല്ല സോഷ്യൽ മീഡിയയിൽ റെഗുലറായിട്ട് ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തി കാണുന്നത് എന്താ വെച്ചാൽ, മറ്റൊരാൾ എന്നെക്കാളും കൂടുതൽ പൈസയോടെ ആഡംബര കാറുകൾ ഓടിക്കുന്നു, വലിയ വീടുണ്ട്, ആഹാരം കുറേ ടൈപ്പ് ക്വിസീൻസ് ഉണ്ട്, ഒരുപാട് വസ്ത്രങ്ങൾക്കുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഇതൊന്നും എനിക്കില്ല. സോ അവർ സോഷ്യൽ മീഡിയ സെറ്റ്സ് ഒരു എക്സ്പെക്റ്റേഷൻ ബാർ ഭയങ്കര കൂടുതലായിട്ട് വെച്ച് കഴിഞ്ഞാൽ യുവർ റിയാലിറ്റി ഈസ് ഹിയർ. എക്സ്പെക്റ്റേഷൻ റിയാലിറ്റി മിസ്മാച്ച് ഭയങ്കരമായിട്ട് ഹൈറ്റൻ ചെയ്യുന്നതാണ് ഈ സോഷ്യൽ മീഡിയ ചെയ്യുന്നത്. അതുകൂടാതെ ദർ ഇസ് എക്സ്പോഷർ ടു വൾഗാരിറ്റി, വയലൻസ് ആൻഡ് സബ്സ്റ്റൻസ് അഡിക്ഷൻ. അപ്പോൾ ഇതെല്ലാം കൂടിയാണ്, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഇന്നത്തെ ജനറേഷൻ കാണുന്നത് വിത്ത് സോഷ്യൽ മീഡിയ എക്സ്പോഷർ. വൾഗാരിറ്റി അല്ലെങ്കിൽ വയലൻസിനോടുള്ള എക്സ്പോഷർ കൂട്ടുമ്പോൾ സംവെയർ വിതിൻ യുവർ സബ് കോൺഷ്യസ് നമ്മളതിനെ ആക്സെപ്റ്റ് ചെയ്യാണ് ആസ് എ നോം. ഇത് ചെയ്താൽ വലിയ കുഴപ്പമൊന്നും ഇല്ല, അവർ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എനിക്ക് ആയിക്കൂടാ. ആ ഒരു സജസ്റ്റബിലിറ്റിയും കൂടെ എല്ലാവർക്കും വരണമെന്നില്ല, പക്ഷെ സം പീപ്പിൾ ആർ പ്രോൺ, ജെനറ്റിക്കലി പ്രോൺ ആവാം, എപ്പിജെനറ്റിക്കലി പ്രോൺ ആവാം, സം പീപ്പിൾ ആർ പ്രോൺ ടു ദീസ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത്ര സജസ്റ്റബിലിറ്റി കൂടെ വരുമ്പോൾ ആ കാര്യങ്ങൾ മിമിക്കാനുള്ള ടെൻഡൻസീസ് കൂടുന്നു. അല്ലാതെ മാനസിക ആരോഗ്യ പ്രശ്നമായിട്ടല്ല, ബട്ട് യു ആർ ഷോയിങ് സംതിങ് വിച്ച് ഇസ് ഒരു മിമിക് ചെയ്യാനോ ഒരു ഫോളോ ചെയ്യാനോ നല്ലതല്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്നത്. അത് ചെയ്യാനുള്ള സാധ്യതകൾ വരും തലമുറയ്ക്ക് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. മരുന്ന് ചികിത്സയും കൗൺസിലിങ്ങും രണ്ടാണ്. ഒരു വ്യക്തിയെ നമുക്ക് 3ആയിട്ട് തരംതിരിക്കാം: നോർമൽ, നിയർ നോർമൽ, അബ്നോർമൽ. ഓക്കെ, ഒരു നോർമൽ ടു നിയർ നോർമൽ വ്യക്തികൾക്ക് വളരെ ഫലപ്രദമായിട്ട് കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറപ്പി നമുക്ക് യൂസ് ചെയ്യാം ട്രീറ്റ്മെൻറ്റിനായിട്ട്. അബ്നോർമൽ ആകുമ്പോൾ ലഘുവായ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ഈ കൗൺസിലിംഗ് തെറപ്പി അല്ലെങ്കിൽ ടോക്ക് തെറപ്പി പോലത്തെ സാധനങ്ങൾ വളരെ ഫലപ്രദമായൊരു ചികിത്സാ രീതിയാണ്. പക്ഷേ അബ്നോർമാലിറ്റി കൂടി വന്നാൽ അത് എന്തുകൊണ്ടാണ്? രാസപദാർത്ഥങ്ങളുടെ പ്രക്രിയകളുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടാണെങ്കിൽ അതിന് മരുന്ന് ചികിത്സ കൂടിയേ തീരും. ആ സമയത്ത് നമ്മൾ തെറപ്പി കൗൺസിലിംഗ് എന്ന് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. കാരണം കുടം കമിഴ്ത്തി വെച്ച് വെള്ളം ഒഴിക്കുന്ന പോലെയാണ്. കാരണം ആ പേഷ്യൻ്റ് ഒരിക്കലും കൗൺസിലിങ്ങിന് റിസെപ്റ്റീവ് ആവില്ല. ആ അവസ്ഥയിൽ നമുക്ക് മരുന്ന് കൂടിയേ മതിയാവുള്ളൂ. ബിക്കോസ് ഈ മേജർ മെൻ്റൽ ഇൽനെസ് വരുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ഡെഫിസിറ്റ്സോ അല്ലെങ്കിൽ ഇംബാലൻസോ കൊണ്ടാണ്. അത് മാറ്റാൻ മരുന്നുകൾക്കേ സാധിക്കും. പൊതുവേ ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് സൈക്കാട്രിക് മെഡിക്കേഷൻസ് ലൈഫ് ലോങ് എടുക്കേണ്ടി വരും എന്നുള്ളത്. ചെറിയ സ്ട്രെസ് ഇൻഡ്യൂസ്ഡ് അഡ്ജസ്റ്റ്മെൻറ്റ് ഡിസോർഡേഴ്സ് ആണ്, അല്ലെ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ സൈക്കാട്രിക് മെഡിക്കേഷൻസ് മിനിമം ഡ്യൂറേഷൻ മാസങ്ങളാണ്. 3 months, 6 months, 9 months, 1 year ഒക്കെ. ഫസ്റ്റ് എപ്പിസോഡ് ഒരു ഡിപ്രഷൻ ഉണ്ടായാൽ 1 വർഷമാണ് നമ്മൾ ഏകദേശം ചികിത്സ പ്ലാൻ ചെയ്യേണ്ടത്. അതേപോലെ തന്നെയാണ് സൈക്കോട്ടിക് ഇൽനെസ്സസും. വളരെ റെയറായിട്ട് മാത്രം, അതായത് ഒന്നിൽ കൂടുതൽ തവണ ഒരുപാട് തവണ മേനിയ അല്ലെങ്കിൽ സൈക്കോട്ടിക് ഇൽനെസ്സസ് ഒക്കെ വരികയാണെങ്കിൽ മാത്രം, അത്രയും ഇതിൽ മാത്രം സിവിയറിറ്റിയിൽ മാത്രമേ ഒരു ലൈഫ് ലോങ് മെഡിക്കേഷനെ കുറിച്ച് നമ്മൾ ആലോചിക്കേണ്ടതുള്ളൂ. അല്ലാതെ പ്രോപ്പറായിട്ട് ചികിത്സ ഒരു ഡോക്ടറെ കണ്ട് ചികിത്സ മുന്നോട്ട് കൊണ്ടുപോവുക. ഈ മരുന്ന് കുറയ്ക്കുന്നതും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമായിരിക്കണം. കാരണം വളരെ ചെറിയ തോതിൽ മാത്രമേ നമുക്ക് മരുന്നുകൾ കുറയ്ക്കാനും പറ്റുള്ളൂ. ഈ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയാൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് സൈക്കാട്രിക് മെഡിക്കേഷൻസ് നമുക്ക് നിർത്താവുന്നതാണ്. ഒരു മെൻ്റൽ ഇൽനെസ് നമ്മൾ മറച്ചു വെച്ച് ചികിത്സിച്ചാൽ അതിൻ്റെ കുഴപ്പം എന്ന് വെച്ചാൽ രോഗി ഒരിക്കലും തിരിച്ചറിയില്ല എനിക്കിങ്ങനെ ഒരു പ്രയാസം ഉണ്ടെന്ന്. വീണ്ടും ഒരു പ്രയാസം വന്നാൽ അതിനു വേണ്ടി സഹായം തേടാനുള്ള സാധ്യതകളും വളരെ കുറഞ്ഞു പോകും. അപ്പോൾ രോഗിയോടും, അതായത് അസുഖം മൂർധന്യത്തിലുള്ളപ്പോഴല്ല, ചികിത്സിച്ച് ഭേദമാവുന്ന സമയത്ത് നമ്മൾ രോഗികളോട് വിശദമായിട്ട് അസുഖത്തിനെക്കുറിച്ച്, അതിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച്, എത്ര നാൾ മരുന്ന് വേണ്ടി വരും, സൈഡ് ഇഫക്ട്സ് എന്തൊക്കെയാണ്, ഇതൊക്കെ വിശദമായിട്ട് തന്നെ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഒരു കല്യാണം കഴിക്കുമ്പോൾ എപ്പോഴും സത്യം തുറന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ചാൽ ഒരു മേജർ ഡിപ്രഷനോ അങ്ങനെ എന്തെങ്കിലും വന്നൊരു വ്യക്തിയാണെന്ന് ഇരിക്കട്ടെ, ഒരു സ്ത്രീ ആണെങ്കിൽ എസ്പെഷ്യലി പ്രഗ്നൻസി ഡെലിവറി കഴിയുമ്പോൾ രണ്ടാമതൊരു എപ്പിസോഡ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ആ സമയത്ത് ആണ് ഇങ്ങനെ ഒരു അസുഖം പുറത്ത് വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എല്ലാവർക്കും, കല്യാണം കഴിച്ച 2 പാർട്ടീസിനും
അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതിനേക്കാളും നല്ലത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ ഇന്ന കാര്യത്തിന് ചികിത്സ എടുത്തിരുന്നതല്ലേ, എൻ്റെ മോളോ മകനോ ഇന്ന കാര്യത്തിന് ചികിത്സ എടുത്തിരുന്നു, അത് അംഗീകരിക്കാവുന്നതും ആക്സെപ്റ്റ് ചെയ്യാവുന്നതും തമ്മിലുള്ള ബന്ധങ്ങളാണ് എപ്പോഴും വിജയിച്ച് മുന്നോട്ട് പോകുന്നത്. പൊതുവേ ഡിപ്രസീവ് എപ്പിസോഡായിട്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, അതായത് പ്രസവം കഴിഞ്ഞ് ഇതിനൊരു 3 to 6 months ഇങ്ങനൊരു ഡിപ്രസീവ് ഇൽനെസ് ആയിട്ടാണ് പൊതുവേ കാണാറുള്ളത്. ബൈപ്പൊളാരിറ്റിയിലാണ് പൊതുവേ ഇത് കാണുന്നത്. ബൈപ്പൊളർ എഫക്റ്റീവ് ഡിസോർഡറിൻ്റെ ഒരു ലക്ഷണമായിട്ടാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ അല്ലെങ്കിൽ സൈക്കോസിസ് കാണുന്നത്. ഇതും നമ്മുടെ ശാരീരികമായ ഹോർമോണൽ ചേഞ്ചസ് അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റർ ചേഞ്ചസ് കൊണ്ടാണ്. എന്തുകൊണ്ട് ചിലരിൽ വരുന്നു എന്നുള്ളതിന് കൃത്യമായ ക്ലാരിറ്റി ഇല്ല. മേ ബി ദേ ഹാഡ് എ ജനറ്റിക് പ്രീഡിസ്പോസിഷൻ, മേ ബി ദ സ്ട്രെസ്സേഴ്സ്, അവിടെ ഫാമിലി സപ്പോർട്ടും കൂടെ വളരെ പ്രധാനമാണ്. ഒക്യുപ്പേഷണൽ സ്ട്രെസ്സിൻ്റെ ഒരു ഔട്ട്കമാണ് ബേൺ ഔട്ട്. അതായത് അമിത ജോലി ഭാരം മൂലം നമ്മൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും തളർന്നു പോവാം. ഇപ്പം സ്ട്രെസ്സാകുമ്പോൾ നമ്മൾ കൂടുതൽ എന്താ പറയുക, ഇറിറ്റബിൾ ആവും, കൂടുതൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കണം, ഒരുപാട് ആലോചിക്കണം എന്നുള്ളൊരു അവസ്ഥയാണ്. എന്നാൽ ബേൺ ഔട്ടിലേക്ക് വരുമ്പോഴേക്ക് നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയായി. സത്യം പറഞ്ഞ ഒരു നിസ്സംഗതയാണ് അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് പോയിന്റ് എന്ന് പറയുന്നത്. ബേൺ ഔട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ജോലി ചെയ്യാൻ താല്പര്യമുണ്ടാവില്ല, ജോലി ചെയ്യാനുള്ളൊരു ക്ഷീണമായിരിക്കും, ചിന്തിക്കാൻ കഴിയുന്നുണ്ടല്ലോ, ബ്രെയിൻ ഫോഗ് പോലെയൊക്കെ അവർ പറയും. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് ബേൺ ഔട്ടുകാർ പറയുന്നത്. പണ്ട് കാലങ്ങൾ ഒരു മനോരോഗം വരിക എന്ന് പറഞ്ഞാൽ ആ രോഗിയെ കെട്ടിയിടണം, ചങ്ങലക്കിടണം, പൂട്ടിയിടണം, മൊത്തത്തിൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഓസ്ട്രസൈസ് ചെയ്യുന്ന പ്രവണതയാണ്. എന്നാൽ ഇത് ഈ ഒരു കാലഘട്ട പരിണാമത്തിൽ തന്നെ ആ ഒരു മൈൻഡ് സെറ്റിന് ചേഞ്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തിരിച്ചറിവുണ്ട്, ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ ജോലി റാദർ ദാൻ ട്രീറ്റിംഗ് എ മാഡ്നെസ്, അതൊരു മെൻ്റൽ ഹെൽത്ത് ഓപ്റ്റിമൈസേഷനാണ്. അത് ഏത് ഏജ് ഗ്രൂപ്പിലായിക്കോട്ടെ, ഏത് ജെൻഡറിലായിക്കോട്ടെ, ഏത് സോഷ്യോ എക്കണോമിക് സ്ട്രാറ്റയിലായിക്കോട്ടെ, അതായത് ഏത് തരത്തിലുമുള്ള ആളുകൾക്കും ഒരു മെൻ്റൽ ഹെൽത്ത് ഓപ്റ്റിമൈസേഷനിലാണ് നമ്മുടെ റോൾ ഇപ്പോൾ വരുന്നത്. ആ ഒരു അവെയർനെസ് ഇപ്പോഴത്തെ ജനതയിൽ കാണുന്നുണ്ട്. കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സ് നമുക്ക് കൺസൾട്ടേഷന് വരുന്നുണ്ട്. ചെറിയ സ്ട്രെസ്സ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഡോക്ടറെ എനിക്ക് കോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല, എന്നെ സഹായിക്കൂ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അത് സെൽഫ് ഷോസ് ആ പഴയ സ്റ്റിഗ്മയിൽ നിന്നും മോർ അപ്രോച്ചബിൾ ആയിട്ട് സൈക്കാട്രി ട്രീറ്റ്മെൻറ്റ് മാറിയിട്ടുണ്ട് എന്നാണ് അത് കാണിക്കുന്നത്. പലപ്പോഴും നമ്മൾ ശാരീരിക ആരോഗ്യവും മാനസിക ആരോഗ്യം രണ്ടും വേർതിരിച്ച് കാണാനുള്ള ഒരു ട്രെൻഡാണ് പലപ്പോഴും നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഒന്ന് മനസ്സിലാക്കുക, രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. നമ്മൾക്കത് കറക്റ്റായിട്ട് അതുകൊണ്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല. മനസ്സെന്ന് പറയുന്നത് എവിടെയാണ്? ഹൃദയത്തിലല്ല, തലച്ചോറിലാണ്. ആൻഡ് മനസ്സൊരു ഒരുപാട് കെമിക്കൽസിൻ്റെ ഒരു ഇൻ്റർപ്ലേ ആണ്. ആ കെമിക്കൽസിലുള്ള വ്യതിയാനം വരുമ്പോഴാണ് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇറ്റ്സ് എ പ്രോബ്ലം വിതിൻ യുവർ ബോഡി. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പൊതുവേ ശാരീരികാരോഗ്യ ലക്ഷണങ്ങളായിട്ടും പുറത്തു വരും. നേരെ മറിച്ച് ഏതൊരു ബോഡി ഡിസോർഡർ എടുത്താലും, ഫോർ എക്സാമ്പിൾ ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡ്, നമ്മുടെ വാദം എന്നുപോലെ അസുഖങ്ങൾ, ഉദരസംബന്ധമായ അസുഖങ്ങൾ, ആസ്തമ, ഇതിലെല്ലാത്തിലും എന്തുണ്ട്? ഒരു മൈൻഡ് കോമ്പണൻ്റ് ഉണ്ട്. അപ്പം ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും ഒരേപോലെ ഒന്നിച്ച് ബാലൻസിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്കൊരു ഹോളിസ്റ്റിക് ഹെൽത്ത് ഒരു കൺസെപ്റ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഐറോണിക്കലായിട്ടുള്ള കാര്യം പറയാം. ഒരു അച്ഛനും അമ്മയും മകളാണ് എൻ്റെ അടുത്ത് വന്നേക്കുന്നത്. അവർ ഈ പറയുന്ന പോലെ കുറേ ഡോക്ടേഴ്സിനെ കണ്ടു, ഒരുപാട് മരുന്നുകളിട്ടു. ഏതോ ഒരു മരുന്ന് ഇട്ടതിൻ്റെ പാർശ്വഫലമായിട്ട് കുട്ടി ഇങ്ങനെ എന്താ പറയുക, ഭയങ്കര ഇങ്ങനെ സ്റ്റിഫായിട്ടൊക്കെയാണ് കുട്ടി വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റാണ്, അതിന് ചികിത്സയും പറഞ്ഞു. ഇതിൽ ഹിസ്റ്ററിയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇവർ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും സൈക്യാട്രിക് മരുന്നുകൾ കൊടുക്കുന്നതിന് പകരം ഈ കുട്ടിയെ കൂടുതൽ പൂജ, അതായത് 50 രൂപേൻ്റെ മരുന്ന് കൊടുക്കുന്നതിന് പകരം 25,000 രൂപയ്ക്ക് പൂജ ചെയ്ത് കുട്ടീനെ നന്നാക്കി എടുക്കണം എന്നുള്ളൊരു രീതിയിലാണ് അവർ പോകുന്നത്. എന്നാൽ ആ കുട്ടിക്ക് വളരെ ചെറിയ ഡോസിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് മരുന്ന് കൊടുത്താൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കണം,
എന്താണ് സംഭവിക്കുന്നത്. ഒരു ചെറിയൊരു സൈക്കാട്രിക് ഇൽനെസ് അല്ലെങ്കിൽ ചെറിയൊരു മനോരോഗ അവസ്ഥ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ ഇത്രയും പെരുപ്പിച്ച് വഷളാക്കുന്നതിന് പകരം എത്രയും പെട്ടെന്ന് ഒരു പ്രൊഫഷണലിനെ കാണുക, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുക, എന്നിട്ട് എന്താണ് രോഗാവസ്ഥ എന്ന് മനസ്സിലാക്കുക, ചെറിയ ചികിത്സകൾ കൊടുക്കുക, എന്നിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. അത് മാത്രമേ ചെയ്യണ്ടൂ. ലൈഫ് ഒരിക്കലും സ്റ്റാറ്റിക് അല്ല. ലൈഫ് ഓൾവേസ് ത്രോസ് ചേഞ്ചസ് ആൻഡ് ചാലഞ്ചസ് ടു യു. ഓക്കെ, അപ്പോൾ അതിനെ എങ്ങനെ തരണം ചെയ്യണം എന്നുള്ളത് നമ്മൾ പഠിച്ചേ മതിയാവുള്ളൂ. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു മാർഗം അല്ലെങ്കിൽ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സാണ്. ദാറ്റ് മീൻസ് യു ആർ ലിവിങ് ഹിയർ ആൻഡ് നൗ. ഇന്ന് ഇപ്പോൾ ഇവിടെയാണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. ഓൾവേസ് റിമെമ്പർ, ഹാപ്പിനെസ് ഇസ് ദ വേ ആൻഡ് നോട്ട് ദ ഡെസ്റ്റിനേഷൻ.